എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശനിയുടെ വക്രഗതി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോക്ക്ഡൗണിനൊക്കെ ശേഷം തൊഴിൽ നഷ്ടമായവർക്ക് പുതിയ തൊഴിൽ അവസരങ്ങളൊക്കെ വന്നു ചേരുകയും ഇതുമൂലം വലിയ സാമ്പത്തിക ലാഭങ്ങളൊക്കെ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാരെ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിചയപ്പെടാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി അമർത്തുക. നന്ദി. ആദ്യം മേടം രാശിയിൽ അശ്വതി, ഭരണി, കാർത്തിക ആദ്യ ഭാഗം ഇവർക്ക് എങ്ങനെയാണ് എന്നൊന്ന് നോക്കാം. റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ കുടുംബത്തിൽ ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് നല്ല പിന്തുണ ലഭിക്കുന്ന ഒരു കാലമാണ് ഇനി ഇവർക്ക് വരാൻ പോകുന്നത്. കുടുംബത്തിൽ നിന്നും ശുഭകരമായ വാർത്തകൾ കേൾക്കുകയും അവ സന്തോഷത്തിന് കാരണമാവുകയും ചെയ്യും. നിങ്ങൾ നടത്തുന്ന സാമൂഹിക പ്രവർത്തനങ്ങളിൽ നിന്ന് സമൂഹത്തിൽ നിന്നും ആവശ്യമുള്ള പിന്തുണ ലഭിക്കുകയും ഒപ്പം നിങ്ങളുടെ ധൈര്യവും വീര്യവും വർദ്ധിക്കുകയും സമൂഹത്തിൽ അത് പുതിയൊരു സ്ഥാനം നിങ്ങൾക്ക് നേടിത്തരികയും ചെയ്യും. പങ്കാളിയുടെ മതിയായ പിന്തുണയും കൂട്ടുകെട്ടും ലഭിക്കുന്നതിനാൽ അബദ്ധത്തിൽ ചാടാനുള്ള സാധ്യതകളൊക്കെ കുറയുന്നതായിരിക്കും. പങ്കാളിയുടെ ആരോഗ്യസ്ഥിതിയിൽ തുടക്കത്തിൽ ആശങ്ക ഉളവാക്കുമെങ്കിലും വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ആശ്വാസകരമായ മറുപടിയായിരിക്കും നിങ്ങളെ തേടി വരിക. സുഖമില്ലാത്തവരെ സഹായിക്കുന്നതിനുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി വരികയും അത് മനസ്സിന് ആനന്ദം ഉളവാക്കുകയും ചെയ്യും. വാഹന അപകടത്തിൽപ്പെട്ടവർക്ക് മുടങ്ങിക്കിടന്ന ക്ലെയിം കിട്ടുന്നതിന് അനുകൂലമായ സമയമാണ് ഇനി വരുന്നത്. അയൽ വീട്ടുകാരുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹാരമാവുകയും ഇരു വീട്ടുകാരും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാവുകയും ചെയ്യും. ഒരുപാട് നാളായി സന്താനം ഇല്ലാത്തവർക്ക് ചികിത്സ ഫലിക്കുകയും ഇതുമൂലം സന്താന ഭാഗ്യം വന്നു ചേരുകയും ചെയ്യും. മുടങ്ങിക്കിടന്ന പെൻഷൻ ലഭിക്കുക വഴി വീട്ടിൽ ഉണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു താൽക്കാലിക ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും. അടുത്തത് ഇടവം രാശിയിലെ കാർത്തിക അടുത്ത മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി. ഇവർക്ക് ഈ ആഴ്ച പൂർത്തിയാകാതിരുന്ന പല ജോലികളും പൂർത്തിയാക്കാൻ സാധിക്കുന്നത് വഴി സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരും. വീട്ടിൽ ഉള്ളൊരു വൃക്ഷം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തീർക്കുന്നതിനായി വിൽക്കേണ്ട സാഹചര്യം വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന വെല്ലുവിളികൾ നിഷ്പ്രയാസം നേരിടാൻ സാധിക്കുന്നതായിരിക്കും. ഈ ആഴ്ച ഈ രാശിക്കാരുടെ രാഹു രാശിചിഹ്നത്തിൽ ആയതിനാൽ അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുന്നൊരു സമയമാണ്. അതോടൊപ്പം തന്നെ കേതുവിൻ്റെ ദർശനം ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുന്നതായിരിക്കും. കേതുവിൻ്റെ സഹായത്താൽ വലിയ അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. ഒരുപാട് നാളുകൾക്ക് ശേഷം പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നത് വളരെ സന്തോഷം പകരും. പാർട്ട്ണർഷിപ്പിൽ നടത്തുന്ന ബിസിനസ്സിൽ പാർട്ട്ണർ ചതിക്കാൻ സാധ്യതയുള്ളതിനാൽ അല്പം ജാഗ്രത പാലിക്കുക. ഹ്രസ്വകാലത്തേക്ക് തുടങ്ങാനിരുന്ന വ്യാപാരം ഒഴിവാക്കുന്നത് സാമ്പത്തിക നഷ്ടം തടയുന്നതിന് കാരണമാകും. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ വഴി തൊഴിൽ രംഗം അഭിവൃദ്ധിപ്പെടുകയും ഇതുമൂലം സാമ്പത്തിക ലാഭം വന്നു ചേരുകയും ചെയ്യും. അനാവശ്യ ചിന്തകൾ മൂലം മനസ്സിൽ ഉണ്ടാകുന്ന ഭയങ്ങൾ ഒഴിവാക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് മിഥുനം രാശിയിലെ മകയിരം അവസാന കാൽഭാഗവും തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗവും ഈ നക്ഷത്രക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഈ രാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ്. തൊഴിൽ രംഗങ്ങളിൽ സ്ഥാനക്കയറ്റത്തിനുള്ള അവസരങ്ങൾ വന്നു ചേരും. മിഥുനം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ സഹായത്താൽ പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരുകയും ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ സാധിക്കുകയും ചെയ്യും. ഈ അവസരത്തിൽ അലസത ഒഴിവാക്കി കഠിന പ്രയത്നം ചെയ്യേണ്ട ഒരു സമയമാണ്. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് വിജയം ലഭിക്കുകയും ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യൂ. അടുത്ത 3 ദിവസങ്ങളിൽ നിങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങളെടുക്കുന്ന സുപ്രധാന തീരുമാനങ്ങളെല്ലാം ജീവിത അവസാനം വരെ ഗുണം ചെയ്യുന്നതായിരിക്കും. പങ്കാളിയുടെ ഉപദേശം സ്വീകരിക്കുന്നത് വഴി സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാതെ ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. കർക്കിടകം രാശിയിലെ പുണർദം അടുത്ത കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്കും വരുന്ന കുറച്ച് ദിവസങ്ങൾ
വളരെ സന്തോഷമായിരിക്കും. തൊഴിൽ രംഗത്തെ എല്ലാ പ്രവർത്തനങ്ങളും വൻ പുരോഗതിയിൽ മുൻപോട്ട് പോകും. ഇതിനായി എല്ലാവരിൽ നിന്നും നല്ല സഹകരണം ലഭിക്കുന്ന സമയമാണ്. ഈ നക്ഷത്രക്കാർക്ക് വെല്ലുവിളികൾ നിഷ്പ്രയാസം നേരിടാൻ സാധിക്കുന്നതായിരിക്കും. ഇവർക്കും മുടങ്ങിക്കിടന്ന പെൻഷൻ ലഭിക്കുക വഴി വീട്ടിൽ ഉണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും താൽക്കാലിക ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് ഈ ആഴ്ചയിൽ തന്നെ വളരെ ശുഭകരമായ വാർത്ത തേടി വരുന്നതായിരിക്കും. രഹസ്യ ശത്രുക്കളെയും അസൂയുള്ള കൂട്ടാളികളെയും പ്രത്യേകം സൂക്ഷിക്കേണ്ട കാലഘട്ടമാണ്. കർക്കിടകം രാശിക്കാർ ഈ ആഴ്ചയിൽ ആര് പണം കടം ചോദിച്ചാലും കൊടുക്കാതിരിക്കുക. ഇതൊരിക്കലും തിരികെ ലഭിക്കാൻ സാധ്യതയില്ല. ഈ ആഴ്ചയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യത്തിനായി സുഹൃത്തുക്കളുടെ സഹായം ആവശ്യമായി വരും. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് പ്രതീക്ഷിക്കുന്നവരിൽ നിന്ന് ഒരിക്കലും സഹായം ലഭിക്കില്ല. എന്നിരുന്നാലും സഹോദരങ്ങളുടെ സഹായത്താൽ ഇത് പരിഹരിക്കപ്പെടുന്നതും ആയിരിക്കും. അടുത്തത് ചിങ്ങം രാശിയിലെ മകം പൂരം ഉത്രം ആദ്യകാൽ ഭാഗം. ഇവർ ഈ ആഴ്ച പുതിയ കരാർ ജോലികളിൽ ഏർപ്പെടുന്നത് മൂലം സാമ്പത്തിക ലാഭം വന്നു ചേരും. ഭാര്യയ്ക്കോ കുട്ടികൾക്കോ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സ ഫലിക്കുന്നത് വഴി സ്ഥിതി മെച്ചമാകും. ചില ജോലികൾ ചെയ്യുമ്പോഴോ ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്തോ ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കം ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപകടകരമായ ജോലികളിൽ നിന്ന് കുറച്ചു ദിവസത്തേക്ക് മാറി നിൽക്കുന്നതായിരിക്കും ഈ രാശിക്കാർക്ക് ഉത്തമം. മതപരമായ ആചാരങ്ങളിൽ പങ്കെടുക്കേണ്ടതായ തീരുമാനങ്ങൾ മാറ്റി മാതാവിൻ്റെ പിന്തുണ മൂലം പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടാകും. നല്ലതും ബുദ്ധിമാന്മാരും ആയിട്ടുള്ള വ്യക്തികളുമായുള്ള സഹകരണം നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ വളരെയധികം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതായിരിക്കും. അടുത്ത കുറച്ചു ദിവസത്തേക്ക് ചിങ്ങം രാശിക്കാർ സാംക്രമിക രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് പ്രത്യേകം ജാഗ്രത പാലിക്കുക. ഈ ആഴ്ചയുടെ അവസാനത്തോടു കൂടി വലിയൊരു ഭാഗ്യമായിരിക്കും ചിങ്ങം രാശിക്കാർക്ക് വന്നു ചേരുന്നത്. അടുത്തത് കന്നി രാശിയിലെ ഉത്രം അടുത്ത മുക്കാൽ ഭാഗം. അത്തം ചിത്തിര ആദ്യ പകുതി ഈ നക്ഷത്രക്കാർക്ക് ഒരു തീരുമാനം എടുക്കുന്നതിലെ ആശയക്കുഴപ്പങ്ങൾക്ക് പങ്കാളിയുടെ സഹായത്താൽ പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ബുദ്ധിശക്തിയും അനുഭവ സമ്പത്തും ഉപയോഗിച്ച് ശത്രുക്കളെ നിഷ്പ്രയാസം തോൽപ്പിക്കാൻ സാധിക്കും. കുടുംബജീവിതം വളരെ മെച്ചപ്പെട്ട രീതിയിൽ മുൻപോട്ട് പോകുന്ന വളരെ അനുകൂലമായ ഒരു സമയമാണ് കന്നിരാശിക്കാർക്ക് വരാൻ പോകുന്നത്. ആഗ്രഹിച്ച പുതിയ വീട്ടുപകരണങ്ങൾ വാങ്ങാൻ സാധിക്കും. തൊഴിലിനായി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സന്താനങ്ങൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് നല്ലൊരു ജോലി പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. കുടുംബത്തിൽ സ്വത്തുപരമായ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഇത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇല്ലാത്ത പക്ഷം സഹോദരങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന വിള്ളൽ ജീവിതാവസാനം വരെ നിലനിൽക്കുന്നതായിരിക്കും. ജീവിത പങ്കാളിയുടെ ആഗ്രഹപ്രകാരം ഭർതൃഗൃഹത്തിലേക്ക് താമസം മാറ്റേണ്ടതായ സാഹചര്യം വന്നു ചേരും. ഇതിനായി ഭർതൃഗൃഹത്തിൽ നിന്നുള്ള പൂർണ്ണ പിന്തുണ ലഭിക്കുകയും ചെയ്യും. അപ്രതീക്ഷിതമായി സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നത് മൂലം പല ആഗ്രഹങ്ങളും നിറവേറ്റാൻ സാധിക്കുന്ന ഒരു സമയമാണ് കന്നി രാശിക്കാർക്ക്. എൻ്റെ പ്രിയ പ്രേക്ഷകരെ, ഈ വീഡിയോയുടെ അടുത്ത ഭാഗം മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അതിനായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. നന്ദി.